മഴത്തോരു മുമ്പേയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന പൗലോസിൻ്റെ കള്ളത്തരങ്ങളും ബൈജുവിൻ്റെ ഒക്കെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചടക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾക്കൊക്കെ എൻ്റെ പപ്പയോട് എങ്ങനെ ചെയ്യാൻ തോന്നിയല്ലേ, ഒറിജിനൽ വിലയേക്കാളും ഇരട്ടി വില ഇട്ടിട്ട് പപ്പയോട് ഒറിജിനൽ സാധനമാണ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും ഈ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും മികച്ച സാധനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ലോക്കൽ സാധനം വാങ്ങിച്ചിട്ട് എൻ്റെ പപ്പയെ പറ്റിച്ച് അതിൽ നിന്നും ക്യാഷ് സമ്പാദിക്കുകയായിരുന്നല്ലേ നിങ്ങൾ ഇത്രയും കാലം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അലീന ചൂടാവുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആനപ്പൻ ചേട്ടന് പറയുന്നുണ്ട്, മോളെ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഞാൻ എൻ്റെ സാഹചര്യം കൊണ്ടും വീട്ടിലെ ചില ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഇങ്ങനെയൊക്കെ കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മാപ്പ് ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് അലീന പറയുന്നുണ്ട്, അതിനൊക്കെ നിങ്ങൾക്ക് എൻ്റെ പപ്പ അർഹിക്കുന്നതിനേക്കാളും കൂടുതലുള്ള ശമ്പളം തരുന്നുണ്ടല്ലോ, പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ പിന്നീട് ഇതിൻ്റെ ഒക്കെ തലപ്പത്തിരിക്കുന്ന ആൾ പൗലോസാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അലീന പൗലോസിനോട് പറയുന്നുണ്ട്, എന്തായാലും ഈ മാസത്തെ കണക്കുകൾ മൊത്തം ഞാൻ കൂട്ടിക്കിഴച്ച് നോക്കിയപ്പോൾ ഏകദേശം സാധനം ഈ പലചരക്ക് സാധനം മാത്രം വാങ്ങിക്കുന്നതിൽ, മറ്റുള്ളതൊന്നും ഞാൻ നോക്കിയിട്ടില്ല, പലചരക്ക് സാധനം മാത്രം വാങ്ങിക്കുന്നതിൽ 2 ലക്ഷം രൂപയാണ് ഇതിൽ നിങ്ങൾ അടിച്ചു മാറ്റിയിട്ടുള്ളത്. ആ 2 ലക്ഷം രൂപ എനിക്ക് ഇന്ന് രാത്രി ഇരുട്ടുന്നതിന് മുമ്പായിട്ട് എൻ്റെ കയ്യിൽ പൗലോസേട്ടൻ വെച്ച് തന്നേ പറ്റൂ എന്ന് പൗലോസിനോട് പറഞ്ഞിട്ട് വാണിംഗ് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് സ്ഥലം വിടാം, അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കിത്തരാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പൗലോസ് ചോദിക്കുന്നുണ്ട്, ഇത്രയും പൈസ ഞാൻ ഇങ്ങനെ എവിടുന്ന് എടുത്ത് തരാനാ, എൻ്റെ കയ്യിൽ എവിടുന്നാ പൈസ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് ശരി, എൻ്റെ പപ്പയുടെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റിയ പൈസയൊക്കെ പിന്നെ എന്തുകൊണ്ടേ ചെയ്തിക്കുക, പുഴുങ്ങി തിന്നുകയാണോ നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ദേഷ്യം കൊണ്ട് അലീന ചോദിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പറഞ്ഞത് കേട്ടല്ലോ, എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പൈസ വെച്ച് തരണം, അല്ലെങ്കിൽ പെട്ടിങ്ങിടക്കായിട്ട് പോകാൻ റെഡി ആയിക്കോ, പപ്പയുടെ മുന്നിലേക്കായിരിക്കും നിങ്ങളെ ഞാൻ വിസ്തരിക്കാൻ കൊണ്ടുപോകുക, അത് നടക്കണ്ടെങ്കിൽ പപ്പയുടെ മുന്നിൽ കൊണ്ടുപോയി നിങ്ങളെ തല കുനിച്ച് നിർത്തണ്ടെങ്കിൽ എനിക്ക് ആ പൈസ കിട്ടിയേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് അവതച്ചായൻ പറയുന്നുണ്ട്, അലീന കുഞ്ഞ് പറഞ്ഞത് കേട്ടല്ലോ, പറഞ്ഞതുപോലെ ചെയ്തോളാം, ഇല്ലെങ്കിൽ അവൾ എടുക്കുന്ന തീരുമാനം എന്താണെന്ന് പോലെ എനിക്ക് പറയാൻ പറ്റില്ല, അത്രയ്ക്കും നിങ്ങളെ പിന്നെ ഇവിടെ കൊട്ടാരത്തിൽ കാല് കുത്താൻ പറ്റാത്ത രീതിയിലുള്ള തീരുമാനമായിരിക്കും അവൾ എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് പൗലോസ് ബൈജും ഒക്കെ ആനപ്പൻ ചേട്ടനും ഒക്കെ കൂടെ സംസാരിച്ചിട്ട് അവൾ പറഞ്ഞ പൈസ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് കൊടുത്തേ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് ആകെ പ്രശ്നമാവട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവർ 3 പേരും കൂടെ ചേർന്നിട്ട് ആ ഒരു പൈസ സംഘടിപ്പിച്ചിട്ട് അലീനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ വൈകുന്നേരം അലീന ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൗലോസ് അടുത്തോട്ട് വരികയാണ്. എന്നിട്ട് കുഞ്ഞ്, ഇതാണ് നിങ്ങൾ ചോദിച്ച പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പൗലോസ് ഒരു മയത്തിലും ഒതുക്കത്തിലൊക്കെ വന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ, പൗലോസേട്ടന് ഇങ്ങനെയൊക്കെ നിൽക്കാൻ അറിയാമല്ലേ, അപ്പം ഈ 15 കൊല്ലം 20 കൊല്ലമൊക്കെ നിങ്ങൾ ഇത്രയും അഭിനയിച്ചിട്ടാണല്ലോ ഇങ്ങനെ വണങ്ങി ഉണങ്ങി നിന്നത്, കാരണം എന്നോടുള്ള ദേഷ്യം മനസ്സിൽ വെച്ചിട്ടാണല്ലോ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാവത്തിൽ ഇവിടെ നിൽക്കുന്നത്, അതെനിക്ക് ഇല്ല എന്നും വിചാരിക്കേണ്ട, ഏതായാലും പൊയ്ക്കോളൂ, പൈസ നിങ്ങൾ കൊണ്ടു തന്നല്ലോ, ഇനി അങ്ങോട്ട് ഓരോ കാര്യത്തിലും എന്നോട് പറഞ്ഞിട്ട് ഇവിടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ, കടയിൽ നിന്ന് സാധനം പോലും വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ, ഞാൻ തീരുമാനിക്കുന്നത് പോലെ നടക്കുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നീട് അലീന ഈ പൈസയും കൊണ്ട് നേരെ സ്റ്റാൻലിയുടെ അടുത്തോട്ടാണ് ചെല്ലുന്നത്. ആ ഒരു സമയത്ത് സ്റ്റാൻലി ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത്, പപ്പ ഞാൻ അകത്തോട്ട് വന്നോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഡ്രിങ്ക്സ് കഴിക്കുമ്പോൾ നീ ഇങ്ങോട്ട് വരാറില്ലല്ലോ, പിന്നെ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇന്നൊന്ന് അങ്ങോട്ട് വരണം, അത്യാവശ്യ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അലീന അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് ഡ്രിങ്ക്സ് കഴിക്കുന്നത് നിർത്തി വെക്കുകയാണ് സ്റ്റാൻലി. എന്നിട്ട് എന്താ മോളെ എന്താണെന്ന് ചോദിക്കുമ്പോൾ, അത് പപ്പ കണ്ണടച്ച് ഒരു കാര്യം കാണിക്കാനുണ്ട്, ഒരു കാര്യത്തിനാണ് എന്നൊക്കെ പറയുമ്പോൾ, കണ്ണടയ്ക്കാനോ, നീ എന്താ ഈ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ, പപ്പ ഒന്നും മിണ്ടാതെ ഞാൻ പറഞ്ഞതൊന്ന് കേട്ടെ, കണ്ണടച്ച് എന്നൊക്കെ പറയണം. അങ്ങനെ സ്റ്റാൻലി കണ്ണടച്ചിട്ട് സ്റ്റാൻലിയോട് കൈകൾ നീട്ടാൻ പറയുകയാണ്. അങ്ങനെ ആ പൈസ സ്റ്റാൻലിയുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇതെന്താ മോളെ പൈസയോ, ഇതെന്തിനാ എനിക്ക് പൈസ, ഈ സ്റ്റാൻലിക്ക് പൈസയുടെ ഒന്നും ആവശ്യമില്ല, പൈസ ഞാൻ എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കാറാണ് പതിവ് എന്നൊക്കെ പറയുമ്പോൾ, പപ്പയുടെ ഈ പറച്ചിലൊക്കെ ഒന്ന് നിർത്തിയാൽ, എനിക്കറിയാലോ പപ്പ എല്ലാവർക്കും അങ്ങോട്ടാണ് കൊടുക്കാറുള്ളത്, പപ്പ ഈ പൈസ എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് പപ്പയ്ക്ക് അറിയണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു, ഇത് എവിടെ നിന്നാണ് കിട്ടിയത് എന്നൊക്കെ പറയുമ്പോൾ, ഈ അടുക്കളയുടെ ഭരണം അലീന ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു ലാഭം ഉണ്ടാവും എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇത് എത്ര രൂപയുണ്ടെന്നറിയോ, 2 ലക്ഷം രൂപ, അതും ഇവിടുത്തെ പലചരക്ക് കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ട് മാത്രമാണ് ഇത് കിട്ടിയത്, മൊത്തം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് മാസം ഒരു 5 ലക്ഷം രൂപയെങ്കിലും എനിക്ക് സമ്പാദിക്കാൻ കഴിയുമെന്നാണ് എന്നൊക്കെ പറയുമ്പോൾ, 2 ലക്ഷം രൂപയോ, ഇതെങ്ങനെ നിനക്ക് സമ്പാദിക്കാൻ പറ്റി, ഞാൻ വിചാരിച്ചത് നീ ഒരുങ്ങി ഇറങ്ങി കഴിഞ്ഞാൽ വല്ല 5 or 10 സമ്പാദിക്കാൻ കഴിയുമെന്നാണ് എന്നൊക്കെ പറയുമ്പോൾ, അത് ശരി, ഈ അലീന അക്കാര്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പം പപ്പയ്ക്ക് അതേ തോന്നിയുള്ളൂ, എനിക്ക് ഒന്നും തോന്നാതെ ഈ അലീന ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കില്ല എന്നുള്ളത് പപ്പയ്ക്ക് ഇതുവരെയും മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്.
അപ്പോൾ ആ സമയത്ത് ഏകദേശം സ്റ്റാൻലിക്ക് ഇവിടെ നടക്കുന്ന അഴിമതികളും അലീന പറയുന്ന കാര്യങ്ങളും ജോലിക്കാരെ തന്നെ നല്ലോണം പിഴിയുന്നുണ്ട് എന്നുള്ളതും സ്റ്റാൻലി മനസ്സിലാക്കുകയാണ്. എന്നിട്ട് എവിടെ പൗലോസ്, അവനോട് എനിക്ക് ചിലതൊക്കെ ചോദിക്കാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമുക്ക് സംസാരിക്കാം പാപ്പ എന്ന് പറയുകയാണ് അലീന.